ഹലോ എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് സ്വാഗതം. ജോസ്മിയാണ്. കോപ്പർട്ടി ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളുടെയും ഒരു സംശയമാണ്, ഞങ്ങൾക്കും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാമോ? മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കോപ്പർട്ടി ഡിസ്പ്ലേസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം അത് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ നമ്മൾ കോപ്പർട്ടി ഉപയോഗിക്കുന്നവർക്ക്, അതായത് IUD ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസ് ഉപയോഗിക്കുന്നവർക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാമോ എന്നുള്ളത്. അത് പറയുന്നതിന് മുമ്പ് എന്താണ് കോപ്പർട്ടി, എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. കോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് കോപ്പർട്ടി. അതായത് ഒരു T ഷേപ്പിലുള്ള ഒരു ഡിവൈസാണ്. നമ്മൾ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മളല്ല, ഡോക്ടേഴ്സാണ് പ്ലേസ് ചെയ്യുന്നത്. അത് ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലാണ്. അപ്പോൾ യൂട്രസിന്റെ ഉള്ളിൽ നിങ്ങൾ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അവിടെ ഒരു T ഷേപ്പിൽ അതവിടെ ലോക്കായിട്ട് നിൽക്കും. അതിന്റെ ഒരു സ്ട്രിങ് താഴേക്ക് ഉണ്ടാകും. അങ്ങനെയാണ് കോപ്പർട്ടി ഉണ്ടാവുക. എന്നാൽ മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ മാസവും പീരീഡ്സ് ഉണ്ടാകാറുണ്ട്. പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ സാനിറ്ററി നാപ്കിനിന് പകരം അല്ലെങ്കിൽ ടാമ്പൺസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിലിക്കോൺ അല്ലെങ്കിൽ റബ്ബറിൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു കപ്പാണ്. ഇത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വജേനയുടെ ഉള്ളിലാണ്. വജേനയുടെ ഉള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ സെർവിക്സിന്റെ അവിടെ ഇത് ലോക്ക് ആവുന്നു. അപ്പം ബ്ലഡ് വരുന്നത് നമ്മുടെ ഈ ഒരു കപ്പിലോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത് നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മളത് റിമൂവ് ചെയ്ത് റീയൂസ് ചെയ്യുന്നു. അതായത് റീയൂസബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, പീരീഡ്സിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെൻസ്ട്രൽ കപ്പിന്റെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നുള്ള പിക്ചറും ഞാൻ സൈഡിൽ കാണിച്ചു, നിങ്ങളത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കോപ്പർട്ടി ഉപയോഗിക്കുന്നവർക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കോപ്പർട്ടി ഉള്ളത് യൂട്രസിന്റെ ഉള്ളിലും മെൻസ്ട്രൽ കപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വജേനയുടെ ഉള്ളിലുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും അങ്ങനത്തെ കണക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ല. എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് ശീലമുള്ള ആൾക്കാർക്ക് അറിയാം, അവിടെ ഒരു സക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സെർവിക്സിന് അവിടെ ലോക്ക് ആകുമ്പോൾ അവിടെ ഒരു സക്ഷൻ നടക്കുന്നുണ്ട്. നമ്മളത് റിമൂവ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ഓവർ പ്രഷർ കൊടുത്തിട്ട്, കാരണം അവിടെ എയർ വല്ലാതെ ടൈറ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആ എയറൊക്കെ കളഞ്ഞിട്ട് ഒരു പ്രഷറോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അത് റിമൂവ് ചെയ്യാൻ നേരത്ത് കോപ്പർട്ടിയുടെ സ്ട്രിങ് താഴേക്ക് കിടക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു സ്ട്രിങ്ങും കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രഷറിൽ നമ്മൾ വലിച്ചു പോകുന്നതെങ്കിൽ, റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കോപ്പർട്ടിക്ക് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുകയാണ്. അതായത് അപ്പോൾ ഒന്നെങ്കിൽ അത് റിമൂവ് ആയിട്ട് വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്ലേസ് ഒക്കെ ഒന്ന് മാറി എന്തെങ്കിലും ഒരു ഇളക്കം ഒന്ന് സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ നമ്മൾ കോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാതെ വരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ കോപ്പർട്ടി ഞങ്ങൾക്ക് ഉപയോഗിക്കണം, എന്നാൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഇല്ലേ നിങ്ങൾ ചിന്തിക്കാം. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ നേരത്ത് അത് പ്രോപ്പറായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിരിക്കാം. എങ്ങനെയാണ് ഒരു മെൻസ്ട്രൽ കപ്പ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ മുകളിൽ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഒന്ന് ചുരുക്കി ഞാൻ പറയാം. നമ്മുടെ മെൻസ്ട്രൽ കപ്പിലുണ്ടായ എയർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ കപ്പ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് എയർ ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുക. മെൻസ്ട്രൽ കപ്പിൻ്റെ ഏറ്റവും താഴെ സ്റ്റെമ്മിൻ്റെ അവിടെയല്ല, അതിൻ്റെ തൊട്ട് മുകളിൽ ഭാഗത്തായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് എയർ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പതുക്കെ അത് ഷെയ്ക്ക് ചെയ്തു, അത് പതുക്കെ പുള്ള് ചെയ്ത് മാത്രം നമ്മളത് എടുത്തെങ്കിൽ അവിടെ ഓവർ പ്രഷറിങ് നടക്കുന്നില്ല. അത് നമുക്ക് നമ്മുടെ ഈ ഒരു കോപ്പർട്ടീനെ യാതൊരു വിധത്തിലും ബാധിക്കത്തും ഇല്ല. അപ്പം ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഡോക്ടറിനോട് ഒന്ന് പറയുക, എനിക്ക് കോപ്പർട്ടി ഒന്ന് മെൻസ്ട്രൽ കപ്പ് എനിക്ക് യൂസ് ചെയ്യണം എന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കോപ്പർട്ടീൻ്റെ സ്ട്രിങ് ഒന്ന് ഷോർട്ടാക്കി തരാമോ? അതായത് ഇത് ശരിക്കും നമ്മുടെ കോപ്പർട്ടീൻ്റെ സ്ട്രിങ് നമ്മുടെ വജേനയുടെ അവിടം വരെ ചിലർക്ക് കടക്കാൻ അത്രയും വരെ നീളം ഉണ്ടാകും. അപ്പം അത് അത്രയും നീളമില്ലാതെ തന്നെ ഒന്ന് ഷോർട്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ നേരത്ത് അതും ഇതും തമ്മിൽ ഒരു പ്രശ്നം വരത്തില്ല. അതായത് അതിൻ്റെ സ്ട്രിങ് മെൻസ്ട്രൽ കപ്പിൻ്റെ അങ്ങോട്ടേക്ക് വരാനോ നമ്മൾ പുള്ള് ചെയ്യാൻ നേരത്ത് ഇതിൽ വന്ന് നമ്മൾ അതും കൂടെ ഒന്നിച്ച് വലിക്കേണ്ട ഒരു അവസ്ഥയോ നമുക്ക് അബദ്ധത്തിൽ പോലും നമുക്ക് സംഭവിക്കില്ല. സ്ട്രിങ് ഒന്ന് കട്ട് ചെയ്ത് ഷോർട്ടാക്കി വെക്കാമോ എന്ന് ഡോക്ടറോടൊന്ന് ചോദിക്കാം.
ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യം തന്നെയാണ്. നമ്മുടെ കറക്റ്റ് സൈസ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കറക്റ്റ് സൈസ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെൻസ്ട്രൽ കപ്പ് നമ്മൾ വാങ്ങും, സ്റ്റെറിലൈസ് ചെയ്യും, നമ്മൾ ഇൻസേർട്ട് ചെയ്യും, നമുക്ക് കറക്റ്റ് ഫിറ്റ് അല്ല എന്ന് മനസ്സിലാവും, പിന്നെ നമ്മളത് റിമൂവ് ചെയ്യും, പിന്നെ ഇൻസേർട്ട് ചെയ്യും, പല തവണ ട്രൈ ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സിങ് അവിടെ പല തവണ നടക്കുമ്പോൾ കൂടെയാണെങ്കിലും നമുക്ക് അവിടെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പ്രഷറിങ്, ആ ഒരു സക്ഷൻ നമ്മൾ റിലീസ് ചെയ്യാതെ നമ്മളിങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ആ പ്രഷറോട് കൂടി പുള്ളി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തായാലും ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു സ്ട്രിങ്ങും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മെൻസ്ട്രൽ കപ്പിൻ്റെ ഇടയിൽ ഒന്ന് കുടുങ്ങി അതും കൂടെ വലിച്ച് നമുക്ക് അതും കൂടെ ഡിസ്പ്ലേസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഡയമെൻഷൻ മാത്രമല്ല, മെൻസ്ട്രൽ കപ്പിൻ്റെ ഡയമെൻഷൻ മാത്രമല്ല, ആ ഡയമീറ്ററിൻ്റെ സൈസ് മാത്രമല്ല, നമ്മുടെ സെർവിക്സിൻ്റെ ലെങ്ത്തും കൂടെ അനുസരിച്ചിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ. അതെങ്ങനെയാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് സെർവിക്സിൻ്റെ ലെങ്ത്ത് നമുക്ക് മനസ്സിലാവേണ്ടത്, ഇപ്പോൾ ലോ ലെയിങ് ആയിട്ടുള്ള സെർവിക്സ് ആണോ അതോ അപ്പ് ലെവൽ ആയിട്ടുള്ള സെർവിക്സ് ആണോ നമുക്കുള്ളത് എന്നുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതേ ഉള്ളൂ. അത് കാണാത്തവർ ആ വീഡിയോയും പോയി കണ്ടു നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള നിങ്ങളുടെ മെൻസ്ട്രൽ കപ്പ് ചൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോപ്പർ ടീക്ക് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല. പിന്നെ പലരുടെയും ഒരു സംശയമാണ്, ഈ കോപ്പർ ടീ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതിന് നമ്മൾ ഡോക്ടേഴ്സ് തന്നെ അല്ലെങ്കിൽ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസേഴ്സ് ഒക്കെ അവരൊക്കെ തന്നെയും സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വൺസ് നമ്മൾ കോപ്പർ ടീ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു 3 ആഴ്ച, കുറഞ്ഞത് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച, കൂടിപ്പോയ മാക്സിമം ഒരു 3 മാസം, ഇത്രയും നാൾ കഴിഞ്ഞിട്ടേ നമ്മൾ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പെൽഷൻ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി സക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് റിലീസ് ചെയ്യാതെയൊക്കെ നമ്മൾ ഇത് സംഭവം റിമൂവ് ചെയ്യാൻ പുള്ളി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കോപ്പർ ടീൻ്റെയും കൂടെ അവിടെ ഒരു ഷേക്കിങ് നടക്കാനും അവിടെ സംഭവം ഊരി വരാനും ഒക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കോപ്പർ ടീ ഇൻസേർട്ട് ചെയ്താൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം, അതുപോലെ ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. കാരണം അതൊന്ന് കറക്റ്റോടെ ഫിറ്റ് ആവട്ടെ. 3 മാസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. നമുക്ക് നോർമലി അറിയാം, കോപ്പർ ടീ ഉപയോഗിക്കുന്നവർക്ക് ഓവർ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഓവർഫ്ലോയും ചില സമയത്ത് ഇത് തന്നെ റിമൂവ് ആകാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കി നമ്മുടെ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലാക്കി ഒരു 3 മാസം സാവകാശം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കോപ്പർ ടീ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാമോ എന്നുള്ളത്. 100% ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കോപ്പർ ടീ ഉപയോഗിക്കുന്നവർക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ഒന്നുകിൽ ഞാൻ പറഞ്ഞ സൊല്യൂഷൻസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഉപയോഗിക്കുക. പക്ഷേ എങ്കിലും അവിടെ കുറച്ച് ശതമാനമെങ്കിലും ഒരു റിസ്ക് അവിടെ നടക്കുന്നുണ്ട്. കോപ്പർ ടീ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല ഫ്രണ്ട്സും എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഉപയോഗിക്കുമ്പം നമുക്ക് ആ ഓവർ പ്രഷർ നമുക്ക് ഈ ഒരു കോപ്പർ ടീക്ക് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കാൻ വളരെയധികം കാരണമാകും. അപ്പം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്, അതിൻ്റെ സ്ട്രിങ് ഒന്നും എൻ്റെ മെൻസ്ട്രൽ കപ്പിൽ എനിക്ക് ടച്ച് ചെയ്യില്ല, ഞാൻ പുള്ളി ചെയ്യാൻ നേരത്ത് എൻ്റെ സ്ട്രിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ സ്ട്രിങ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ആക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.